ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓട്ടം ഡെസ്ക് മേക്ക് ഓവർ. അതേ ഗൈസ്, കുറേ നാളായിട്ടുള്ളൊരു പ്ലാനിങ് ആണ് ഡെസ്കിന് ഒരു മേക്ക് ഓവർ കൊടുക്കുക എന്നുള്ളത്. ഈ സ്ഥിരം ലുക്ക് കണ്ടിട്ട് എനിക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി. സോ നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള പോലെ ക്യൂട്ട്നെസ് വാരി വിതറിയിട്ടുള്ള ഒരു മേക്ക് ഓവർ അല്ല ഇപ്രാവശ്യം ചെയ്യണത്. ഓട്ടം എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് വിൻറ്റേജ് ആണല്ലോ, അപ്പോൾ ആ ഒരു തീമായിരിക്കും. ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട്, ഈ മേക്ക് ഓവറിൽ ഒരു 90% ഐറ്റംസും നമ്മൾ സ്വന്തമായിട്ട് DIY ചെയ്തിട്ടുള്ളതാണ്. ബാക്കി ഒരു 10% ഐറ്റംസ് മാത്രമേ പുറത്തുനിന്ന് മേടിച്ചതൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഐ എം ഷുവർ യു ആർ ഗോണ എൻജോയ് ദിസ് വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടി ഈ ഡെസ്കിന്റെ മുകളിലുള്ള എല്ലാ ഐറ്റംസും മാറ്റി ഇതിനൊന്ന് ക്ലിയർ ആക്കലാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അതൊക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ ഇത്? പക്ഷേ അല്ല ഗൈസ്, എനിക്ക് കൊളാബറേഷൻ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഞാൻ അതിന്റെ മുകളിലാണ് കൊണ്ട് വെക്കാറ്. അങ്ങനെ വെച്ച് ഇതിപ്പോ തൊരപ്പം കൊച്ചുണ്ണിയുടെ വീട് പോലെ ആയിക്കണു. ലോകത്തുള്ള എല്ലാ ക്യൂട്ട് ഐറ്റംസും ഇതാ ഇതിന്റെ മുകളിലുണ്ട്. നമ്മുടെ ഓട്ടം ഡെസ്ക് മേക്ക് ഓവറിൽ ഇതാ ഈ ഒരു മിറർ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതിന്റെ മുകളിൽ നിന്ന് മാറ്റുകയാണ്. എല്ലായിടത്തും മാറ്റിയപ്പോൾ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ഉണ്ട്. ഇനി അടുത്ത ടാസ്ക്കാണ് ഈ ഒരു വാൾ ഗ്രിഡ്. സ്ട്രോ കൊണ്ട് ഉണ്ടാക്കിയെന്നുള്ള ബോധം പോലും ഇല്ലാണ്ടാണ് കയ്യിൽ കിട്ടുന്ന എല്ലാ ഗേജൻസും ഞാൻ അതിന്റെ മുകളിൽ കൊണ്ട് തൂക്കാറ്. അങ്ങനെ തൂക്കിയിട്ട് അതിന്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. ഏത് നിമിഷമാണെങ്കിലും പൊട്ടി വീഴാൻ വേണ്ടി നിൽക്കിയിരുന്നു. പക്ഷെ അതിന് മുന്നേ നമ്മൾ സക്സസ്ഫുള്ളി അതിനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എവിടുന്നൊക്കെ സ്ട്രോ ഊരി പോന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് റാക്കിന്റെ മുകളിലുള്ള ഐറ്റംസിനെ എല്ലാം എടുത്തിട്ട് മാറ്റലാണ്. പിന്നെ കുറച്ച് വൃത്തികേടുകൾ മറക്കാൻ വേണ്ടി ഒട്ടിച്ച കുറച്ച് വാൾ പോസ്റ്റേഴ്സും ഉണ്ട്. ഇനി ഈ ഒരു റാക്കിന്റെ കാര്യം പറയാനാണെങ്കിൽ 2 ദിവസം മുന്നേ ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള റാക്ക് പൊട്ടി വീണു. അപ്പൊ അതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും കൂടി ഇതിന്റെ മുകളിൽ തട്ടി. ഇതെല്ലാം കൂടി അതിന്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതും പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേക്ക് ഓവർ അത്യാവശ്യം ചെയ്തു. കറന്റ് ഈ കോർണറിൽ ഒരു 3 റാക്ക് ഉണ്ട്. അതിനൊന്ന് വെട്ടി കുറച്ചിട്ട് 2 ആക്കാനാണ് എന്റെ പ്ലാനിങ്. ഒന്നും കൂടി സ്ട്രെങ്ത്തിൽ പുതിയ റാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി 2 റാക്കിനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. മറ്റേത് പറിച്ചിട്ടും പോരുന്നില്ല. ഇനി ഡെസ്കിന്റെ ക്ലീനിങ്, ഹാർപ്പിക്ക്, അതും ആ റെഡ് ഹാർപ്പിക്ക് ഉണ്ടായാലാണ് ഇന്ത്യ ഡെസ്ക് ക്ലീൻ ആവാറുള്ളൂ. അങ്ങനെ ഡെസ്ക് ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി പുതിയ റാക്കിന്റെ ഇൻസ്റ്റാളേഷൻ. ഇതൊക്കെ തട്ടിക്കൂട്ട് റാക്കാണ് കേട്ടോ. നമ്മുടെ ഫോം ബോർഡില്ലേ, അത് മുറിച്ചിട്ടാണ് നമ്മൾ റാക്ക് ആക്കണത്. ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് 2 ഫോം ബോർഡ് കൂടി ഒരുമിച്ച് ഒട്ടിക്കാണ്. അതും ഈ ഫെവിക്യൂക്ക് വെച്ചിട്ട് ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് തന്നെ ഒട്ടിക്കണം. ഇനി എന്റെ ഈ ചെമ്മരിന്റെ മുകളിൽ പെയിന്റ് അല്ല, വാൾപേപ്പർ ആണ്. അതുകൊണ്ട് ഈ ഫോം ബോർഡ് അവിടെ ഒട്ടി കിട്ടും. അതുകൊണ്ട് ഞാനൊരു പേപ്പർ ടേപ്പ് ഒട്ടിച്ചിട്ട് അതിന്റെ മുകളിലാണ് ഈ ഫോം ബോർഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി അത് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ 2 പീസ് താഴെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റാക്കും സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഡെസ്കിന്റെ മുകളിൽ വെക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കലാണ്. ഓഫ് കോഴ്സ് നമ്മൾ സോയിൽ ക്ലേ വെച്ചിട്ടാണ് മിക്ക ഐറ്റംസ് ഉണ്ടാക്കാൻ പോണത്. കുറേ പേര് എനിക്ക് DM ചെയ്ത് ചോദിക്കാറുണ്ട് നല്ല ക്ലേ ഏതാണ്. ഒരു 4-5 വർഷത്തെ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സോയിൽ ക്ലേ ഇല്ലേ, അതാണ് ബെസ്റ്റ്. ഇത് എനിക്ക് അങ്ങനെ കിട്ടിയൊരു ക്ലേ ആണ്. സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമ്മൾ മീഷോന്നൊക്കെ മേടിക്കുന്ന ക്ലേ എടുത്തിട്ട് വലിച്ചെറിയും. അത്ര അടിപൊളിയാണ് ഈ ക്ലേ. ഓട്ടം ഡെസ്ക് മേക്ക് ഓവറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മഷ്റൂം. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത് മഷ്റൂംസ് ആണ്. ഒരു വലിയ മഷ്റൂമും ഒരു കുഞ്ഞു മഷ്റൂമും. ഇതിനെ കൊണ്ട് വേറൊരു പണി കിട്ടാം. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇഷ്ടം പോലെ വെട്ടം ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കളേഴ്സും ഓഫ് കോഴ്സ് ഞാൻ റെഡും പിന്നെ ഒരു ക്രീം കളർ തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ കളറൊക്കെ ആക്കാം. അപ്പോൾ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ജാറാണ്. ഇതിന്റെ കയ്യിൽ കാലങ്ങളായിട്ടുള്ള 2 പൈൻകോണാണ്. ഈ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴാണ് ഇത് പുറത്ത് ചാടാറുള്ളൂ. ഈ കുപ്പി കാലിയിട്ട് എടുക്കണ കാരണം ഇതിന് ഞാൻ അതിൽ വെച്ചിട്ട് അടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ഫില്ല് ചെയ്യാട്ടാം. ഇനി ഇതിന്റെ ലിഡിന്റെ മുകളിലാണ് നമ്മുടെ കലാപരിപാടികൾ. കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ഈ ഒരു ഗ്രാസ് പോലത്തെ ഐറ്റം അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ മുകളിലാണ് നമ്മുടെ മഷ്റൂമിനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടൊരു ഐറ്റത്തിന്റെ അപരനാണ്. എന്തായാലും സാധനം നല്ല ലുക്കായി വന്നിട്ടുണ്ട്. ക്ലേ വെച്ച് നമ്മൾ അടുത്തുണ്ടാക്കാൻ പോണത് പംകിൻസ് ആണ്. പംകിനും മഷ്റൂം ഇല്ലാണ്ട് എന്തോട്ടം. സോ ആദ്യം ക്ലേ എടുത്തിട്ട് ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അതിന്റെ 2 സൈഡ് ഇതുപോലെ ടക്ക്. ഇനി ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരഞ്ഞു കൊടുക്കണം. അങ്ങനെ വരയുമ്പോൾ തന്നെ ഏകദേശം ഒരു പംകിന്റെ ലുക്കൊക്കെ കിട്ടും. പക്ഷെ യഥാർത്ഥ ഒരു ലുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റെമ്മും കൂടി വെച്ചു കൊടുക്കണം. അത്രേ ഉള്ളൂ പംകിൻ. ഭയങ്കര സിമ്പിൾ അല്ലേ? ഇതുപോലൊരു പംകിൻ കഴിഞ്ഞ ഓട്ടം സീസണിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്. ആ റാക്ക് പൊട്ടി വീണപ്പോൾ അതിന്റെ സ്റ്റെമ്മും കൂടി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതിനെ പെയിന്റ് അടിച്ചു കൊടുക്കാം. ഓറഞ്ചിന് ഓഫ് കോഴ്സ് ഓറഞ്ച് കളർ തന്നെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് മറ്റേതിന് ഒരു ബേജ് കളർ കൊടുക്കാന്ന് വിചാരിച്ചു. കുറെ പേര് എനിക്ക് DM ചെയ്തിട്ട് പറയാറുണ്ട് ഡെസ്ക് മേക്ക് ഓവർ ഒക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ അതിന്റെ മുകളിൽ വെക്കാനുള്ള സാധനങ്ങളൊന്നും മേടിക്കാൻ വീട്ടിൽ പൈസ തരൂല എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി നമ്മുടെ പാരന്റ്സിന്റെ കണ്ണിൽ ഇതൊക്കെ അനാവശ്യ ചെലവുകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ കുറച്ച് ക്ലേ ഒപ്പിക്കണം. പിൻട്രസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ക്ലേ വെച്ചിട്ടുണ്ടാക്കുന്ന ഇഷ്ടംപോലെ ഡെസ്കോസ് കാണാൻ പറ്റും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടേബിൾ നല്ല അടിപൊളി
അടിപൊളിയാക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ക്ഷമ അതാണ് വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? എനിവേസ് ക്ലേ വെച്ചിട്ട് നമ്മൾ അടുത്തുണ്ടാക്കാൻ പോണത് ഒരു ഏക്കോൺ ആണ്. അതായത് കാർട്ടൂൺസിലൊക്കെ അണ്ണാൻകുട്ടി വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു സാധനമില്ലേ, അതിന്റെ ഒരു വലിയ വേഷനാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണത്. അതും ഒരു സ്റ്റോറേജ് കണ്ടെയ്നർ പോലെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതായത് പ്ലാൻ പോട്ടൊക്കെ പോലെ ഒരു പോട്ട് ഉണ്ടാക്കുക, പിന്നെ അതിനൊരു മൂടിയും വെച്ച് കൊടുക്കുക, പിന്നെ അതിന്റെ മുകളിൽ തുറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സാധനം കൂടി വെച്ച് കൊടുക്കണം. നോട്ട് ദ പോയിന്റ്, ഇത് ഡ്രൈ ആക്കാൻ വെക്കണതിന് മുന്നേ ആ മൂടി അതിൽ ഫിറ്റ് ആവുമോ നോക്കണം, അല്ലെങ്കിൽ എടുത്ത് വലിച്ചെറിയേണ്ടി വരും. ഈ പോട്ടിന്റെ മുകളിൽ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ കുറച്ച് വരകൾ വരച്ചു കൊടുക്കണം. ആൻഡ് മൂടിന്റെ മുകളിൽ റെയിൻ ഡ്രോപ്സിന്റെ ഷേപ്പിൽ കുറച്ച് കുഴികൾ ഉണ്ടാക്കി കൊടുക്കണം. എന്നാലാണ് കാണുമ്പോൾ ഒരു റിയാലിറ്റി തോന്നുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ തന്നെ ഉണക്കാൻ വെക്കാം. ഇതിങ്ങനെ കാണാൻ ഒരു ബന്ധമില്ലെങ്കിലും മൂടി ഇട്ട് കഴിയുമ്പോൾ ചെറുതായിട്ട് ഏക്കോൺസിന്റെ ഒരു ലുക്കൊക്കെ വന്നിട്ടില്ലേ. ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് ഞാൻ ഇതിന്റെ പോട്ടിന് അടിച്ചു കൊടുക്കുന്നത്. ആൻഡ് ഒരു മിൽക്ക് ചോക്ലേറ്റ് കളറാണ് ഇതിന്റെ മൂടിക്ക് അടിച്ചു കൊടുക്കുന്നത്. കുറച്ച് ബ്ലാക്ക്, കുറച്ച് യെല്ലോ, കുറച്ച് വൈറ്റ്, പിന്നെ കുറച്ചധികം ഓറഞ്ച്. ഇത്രയും മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു ഡാർക്ക് ചോക്ലേറ്റ് കളർ കിട്ടും. അതൊക്കെ കുറച്ചും കൂടി വൈറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിൽക്ക് ചോക്ലേറ്റ് കളർ കിട്ടും, അതായത് ആ മൂടിയുടെ കളർ. എനിവേസ് നമ്മുടെ ഏക്കോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തുണ്ടാക്കാൻ പോണത് ഒരു ഫ്ലവർ വേസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നതിന്റെ തൊട്ട് മുന്നേ വരെ ഫ്ലവർ വേസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിൻട്രസ്റ്റിൽ നോക്കിയപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് അതിൽ കണ്ട പോലത്തെ പെർഫെക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഒരു വിൻറ്റേജ് ലുക്ക് വന്നിട്ടുണ്ട്. സോ ആദ്യം ക്ലേ വെച്ചിട്ട് ഇതുപോലെ ഒരു പോട്ട് ഉണ്ടാക്കണം. പിന്നെ ഒരേ അളവിൽ കുറച്ച് ക്ലേ ബോൾസ് വേണം. അതിനെ നമ്മൾ ഉരുട്ടി ഇതുപോലെ ഒരു മാല പോലെ ആക്കുക. എന്നിട്ട് ഈ പോട്ടിന്റെ മുകൾക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കുക. ഈ ഒരു മെത്തേഡിൽ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കണം. ഇനി ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഈ സ്റ്റാക്ക് ചെയ്ത് വെച്ചതിനൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലെ ഇരിക്കും കാണാൻ. ഈ ഒരു ഹൈറ്റ് എനിക്ക് പോരാത്തോണ്ട് ഈ സെയിം പ്രോസസ്സ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലവർ വേസിന് ഇങ്ങനെ കാണാൻ ലുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 കൈയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കൈയൊക്കെ വെച്ച് വന്നപ്പോൾ ആളൊരു വിൻറ്റേജ് ആയെങ്കിലും എവിടേക്കോ ഒരു ആനച്ചന്തം ഇല്ലേ, എന്തോ എനിക്കിത് കാണുമ്പോൾ ഒരു ആനന്റെ ഷേപ്പൊക്കെ തോന്നുന്നു. ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ 2 ദിവസമാണ് എടുത്തത്. ഇനി നമുക്കിതിനൊന്ന് പെയിന്റ് അടിച്ചു കൊടുക്കണം. ആദ്യം ഒരു ബ്രൗൺ കളർ അടിക്കാന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇതിൽ നമ്മൾ വെക്കാൻ പോണത് ബ്രൈറ്റ് ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ മൊത്തത്തിൽ ഡാർക്ക് ആവണ്ട വിചാരിച്ചിട്ട് ഒരു ലൈറ്റർ ഷെയ്ഡാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ആ ഒരു ഫ്ലവർ വേസോട് കൂടിയിട്ട് നമ്മുടെ ക്ലേ പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജാർ പരിപാടികളാണ്. ഈ ജാറിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് കുറച്ച് പട്ട, ജാതിക്ക ഒക്കെ അടിച്ച് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, അതൊക്കെ രസമല്ലേ, വേറെ ഒന്നും വിൻറ്റേജ് ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ അടിച്ച് മാറ്റി കൊണ്ടുവന്നാണ്. അത് വെച്ചിട്ട് നിങ്ങൾ പാരന്റ്സിനോട് പറയണം എടുത്തോണ്ടിരുന്നത്, നല്ല പെട കിട്ടും. ഇതൊക്കെ നിനുത്താത്ത പറഞ്ഞാന്ന് പറഞ്ഞിട്ട് എനിക്ക് ചീത്തപ്പേര് ഉണ്ടാക്കരുത്. എനിവേസ് നമ്മുടെ ജാറ് മൂടിയിട്ട് അതിന്റെ മുകളിൽ ഒരു ക്ലോത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഇതിപ്പോൾ മൂടില്ലാത്ത ജാറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചായക്ക് കുടിക്കണ ഗ്ലാസ്സില്ലേ, അത് യൂസ് ചെയ്യാം. എന്തായാലും ഐറ്റം നല്ല വിൻറ്റേജ് ആയിട്ടുണ്ട്. ഇനി ജാർ വെച്ചിട്ടുള്ള അടുത്ത ഐറ്റമാണ് ടെറേറിയം. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ജാറിന്റെ ഉള്ളിൽ ഗ്രീനറി ക്രിയേറ്റ് ചെയ്യലാണ് ടെറേറിയം. ഇവിടെ ഞാൻ ക്ലോസ്ഡ് ആയിട്ടുള്ള ടെറേറിയം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ടെറേറിയം ഉണ്ടാക്കാം. മണല്, കല്ല്, മണ്ണ്, പിന്നെ കുറച്ച് ചെടികൾ. ലുക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പായലും പിന്നെ മഷ്റൂമും ഒക്കെ പോലത്തെ ഡെക്കറേറ്റീവ് പീസും. ഇത്രയുമാണ് ഇതിൽ വേണ്ടത്. ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് അടച്ചു വെക്കുക. ഒരു 2 ദിവസം കഴിഞ്ഞാൽ മഴ വീണ പോലത്തെ ഒരു എഫക്റ്റ് കാണുമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. പക്ഷെ പുതുമഴ വീണ ഒരു സ്മെല്ല് അതുണ്ട് കേട്ടോ. ഡെസ്കിന്റെ മുകളൊക്കെ വെക്കാൻ പറ്റിയ ഒരു എസ്തറ്റിക് ആയിട്ടുള്ള ഐറ്റാണ് ടെറേറിയം. അപ്പൊ എന്തായാലും ഉണ്ടാക്കി വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു വുഡൻ ഫ്രെയിമാണ്. പക്ഷെ ഉണ്ടാക്കുന്നത് ഈ കാർഡ്ബോർഡ് വെച്ചിട്ടാണ്. ഈ ഫ്രെയിം കട്ട് ചെയ്യേണ്ട മെഷർമെന്റ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഇനി ഈ ഒരു ഫ്രെയിം ചെയ്യുമ്പോൾ ഏറ്റവും കട്ടി കുറവുള്ള കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കായിരിക്കും നല്ലത്. ബിക്കോസ് അതിനെക്കൊണ്ട് ഞാൻ കുറച്ചധികം ഇടങ്ങറായിരിക്കും. ഇനി അതിലൊട്ടിക്കാനും ചെമറിന്റെ മുകളിൽ ഒട്ടിക്കാനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാൾ പോസ്റ്റേഴ്സ് പ്രിന്റ് എടുത്തിട്ടുണ്ട്. പിൻട്രസ്റ്റിൽ പോയിട്ട് ഓട്ടം തീംഡ് പോസ്റ്റേഴ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാരെല്ലാത്തിനും കിട്ടും. ഇനിയിപ്പോൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിന്റേജ് തീം പോസ്റ്റേഴ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും മതി. ഇനി നമുക്ക് ഈ ഫ്രെയിമിനെ ഒന്ന് കുട്ടപ്പനാക്കാം. ഇന്റെ കയ്യിലുള്ള കുറച്ച് ജേൾ സപ്ലൈസ് വെച്ചിട്ട് ഒരു ജേർലിംഗ് ചെയ്യണ പോലെ ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രിന്റ് എടുത്ത കുറച്ച് പോസ്റ്റേഴ്സും ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വരച്ച് പെയിന്റ് അടിച്ച് വെട്ടാനുള്ള മടിക്ക് ഞാൻ അതുപോലെ കുറച്ച് ഓട്ടം ലീഫ് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ട് ദാറ്റ് വാസ് എ ബാഡ് ഐഡിയ. ഇതൊക്കെ ഇങ്ങനെ വെട്ടി കിട്ടാൻ തന്നെ ഒരു 2-3 മണിക്കൂറാണ് എടുത്തത്. ഇതിങ്ങനെ കഷ്ടപ്പെട്ട് വെട്ടിയത് വേറെ ഒന്നുമല്ല, ഗാർലൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ജൂട്ട് ത്രെഡിന്റെ മുകളിൽ പേപ്പർ ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇതിനെല്ലാത്തിനും ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങൾക്കും എന്നെ പോലെ വരച്ച് പെയിന്റ് അടിച്ച് വെട്ടാൻ മടിയാണെന്നുണ്ടെങ്കിൽ പ്രിന്റ് എടുക്കുമ്പോൾ കുറച്ച് വലിയ ലീഫ് പ്രിന്റ് എടുക്കായിരിക്കും നല്ലത്. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കളറൊന്ന് മാറ്റി കൊടുക്കാം. കുറച്ച് മുന്നുണ്ടാക്കിയ ഒരു ക്യാൻഡിൽ ഹോൾഡറാണ് ഇത്. പക്ഷെ ഓട്ടം തീവിനോട് ഒരു ബന്ധമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓറഞ്ച് പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതോടുകൂടി DIYs എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മേക്ക് ഓവറിലേക്ക് കിടക്കാം.
സ്റ്റാർട്ടിങ് വിത്ത് ദ കോർണർ നമ്മൾ ഈ മിറർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മിററിന്റെ അടുത്തായിട്ട് ഞാൻ ഈ ഒരു ആന പോലെ ഇരിക്കുന്ന ഫ്ലവർ വേസിനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനോഗ്രേഷന് പോയപ്പോൾ കിട്ടിയ ബൊക്കെത്തെ ഫ്ലവേഴ്സ് ആണ് ഡ്രൈ ആക്കിയിട്ട് ഞാൻ അതിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി അതിന്റെ അടുത്തായിട്ട് നമ്മുടെ വുഡൻ ഫ്രെയിമിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിൽ നമ്മൾ മേക്ക് ഓവർ ചെയ്ത ജാറിനെയും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ 2 പംകിൻ ഉണ്ടല്ലോ അവരെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കമ്മിങ് ടു ഈ സൈഡ് ആദ്യം തന്നെ ആക്കോണിനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഓട്ടം മേക്ക് ഓവറിൽ കുറച്ച് ക്യാൻഡിൽസ് വേണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നല്ല പിൻട്രസ്റ്റ് ലുക്കുള്ള അടിപൊളി ക്യാൻഡിൽസ് കാൻഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു കളർ ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ്. എനിക്കൊരു യെല്ലോ ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഉദ്ദേശിച്ച കളർ എനിക്ക് കിട്ടി. ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ക്യാൻഡിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽസിനൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്ക്. അതിൽ ആ ഫ്ലവറിന്റെ ഷേപ്പുള്ള ഒരെണ്ണം ചെറുതായിട്ട് എന്റെ കയ്യിൽ നിന്ന് കൊണ്ടിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഈ മേക്ക് ഓവറിൽ ഞാൻ അതിനെയും വെക്കുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഇതുപോലെ ഹാർട്ടിന്റെ ഷേപ്പിലും റോസിന്റെ ഷേപ്പിലൊക്കെ ഉള്ള ക്യാൻഡിൽസ് ആയിരുന്നു. എല്ലാം നല്ല എസ്തെറ്റിക് ഐറ്റംസ്. അപ്പൊ പേജിന്റെ പേര് മറക്കണ്ട, ക്യാൻഡിൽസ്. ഈ ഒരു ബബിൾ ക്യാൻഡിലിന് ഞാൻ ദാ ഇവിടെ വെക്കുന്നുണ്ട്. ഇനി ഈ സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും വെക്കാനില്ലാത്തതുകൊണ്ട് എന്റെ കയ്യിലുള്ള കുറച്ച് വുഡൻ സ്റ്റാമ്പ്സ് എടുത്ത് വെക്കുന്നുണ്ട്. അതിൽ ആൽഫബറ്റ് സ്റ്റാമ്പിന്റെ മുകളിൽ ഇതുപോലെ 2 ക്യാൻഡിൽസിനെയും വെക്കുന്നുണ്ട്. ഒന്നും കൂടി ഒരു വിന്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ജൂട്ട് ത്രെഡിന് വെക്കുന്നുണ്ട്. പിന്നെ ഫ്ലവർ ക്യാൻഡിലും ഈ നോട്ട്ബുക്ക് കൂടി വെച്ചിട്ട് താഴത്തെ പരിപാടി അവസാനിപ്പിച്ചു. ഇനി റാക്ക്. ആ കുട്ടി റാക്കിന്റെ മുകളിൽ ഒരു ബ്ലാക്ക് കളർ ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇനി വലിയ റാക്കിന്റെ മുകളിൽ ടെററിയും പിന്നെ നമ്മൾ പണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ക്യാൻഡിൽ ആൻഡ് ടുലിപ്പ് ക്യാൻഡിൽ ഹോൾഡർ ഇത്രയാണ് വെച്ചത്. ഇനി അടുത്തത് ചുമരിന്റെ മുകളത്തെ കുറച്ച് കലാപരിപാടികളാണ്. യൂഷ്വലി ഞാൻ വാൾ പോസ്റ്റേഴ്സ് ഒട്ടിക്കുമ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കാറ്. പക്ഷെ അത് ഇടക്കിടക്ക് അങ്ങനെ പറഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതാവുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോരെയില്ല. ആൻഡ് പറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് പറഞ്ഞു പോരുകയും ചെയ്യും. ഇതിപ്പോൾ വാൾപേപ്പർ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോരുന്നത്. ഡയറക്റ്റ് ചുമരിൽ ഒട്ടിക്കുകയാണെങ്കിൽ പണി കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ആ വക സാഹസങ്ങളൊക്കെ ചെയ്താൽ മതി. ഇതൊക്കെ ചെയ്തിട്ടും ആ രണ്ടാമത് അറേഞ്ച് ചെയ്ത റാക്കിനെ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വീണ്ടും അറേഞ്ച് ചെയ്ത് കൊടുത്തു. പക്ഷെ എന്നിട്ടും എന്തോ എനിക്കൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഗാർലൻസിനെ ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി തൂക്കിയപ്പോഴാണ് ഡെസ്കിന്റെ മുകളിൽ ശരിക്കും ഒരു ഓട്ടം വൈബ് വന്നത്. റാക്കിന്റെ മുകളിൽ വീണ്ടും ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പണ്ട് ഉണ്ടാക്കി വെച്ച ഒരു കോട്ടേജ് കോർ വീടാണ്. അതുകൂടി വന്നപ്പോഴാണ് വൈബ് സെറ്റ് ആയത്. ഇനി ഡ്രൈഡ് ഫ്ലവേഴ്സ് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേക്ക് ഓവർ റെഡി. അപ്പോൾ റിസൾട്ട് എന്താണെന്ന് കാണാടേ. അപ്പോൾ നമ്മുടെ ഈ ഒരു മേക്ക് ഓവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം.